ദശമൂലം. നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. ഇനി ഇന്നലത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. മൊണാലിസ നമുക്കറിയാം മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയാണ്. അവർ മഹാരാഷ്ട്ര സ്വദേശിനിയായിട്ടുള്ള ഫർമാൻ ഖാനുമായിട്ട് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി പ്രണയത്തിലായിരുന്നു. മാത്രവുമല്ല, ഉത്തരേന്ത്യയിൽ ഒരിടത്തും ഉത്തരേന്ത്യക്കാരായ ഇവർക്ക് ഇങ്ങനെ വിവാഹം നടത്താൻ കഴിയില്ല. നിങ്ങളെ കല്യാണം പാർട്ടി നടത്തും. അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുകയല്ല. ഇത് യാദൃശ്ചികമായി അവര് ഈ പറയുന്ന വിവരം പറഞ്ഞു ഞങ്ങൾ എത്തുന്നത്. ഇന്റർകാസ്റ്റ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരെ പിരിക്കാൻ ആരും ശ്രമിക്കണ്ട, മനസ്സിലായോ? അതുകൊണ്ട് കേരളത്തിലേക്ക് വന്നു. ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം അവരുടെ പിന്തുണയോടെ ഈ വിവാഹം നടത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഒരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണി. പക്ഷേ നമുക്കറിയാം 2 മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവർ രണ്ടുപേരും. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല. അവർക്ക് അവരുടെ സ്വന്തം നാട്ടിൽ വെച്ചോ മറ്റെവിടെ നിന്നോ വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല വീട്ടുകാരും ഇതിന് കടുത്ത എതിർപ്പായിരുന്നു. എനിക്ക് ചെയ്യേണ്ടി വന്നു. പരസ്പരം സ്നേഹിക്കുന്ന 2 യുവ മിഥുനങ്ങളെ ഞാൻ ഒന്നിപ്പിച്ചു. ഒരു ജീവിതം തുടങ്ങാൻ ഞാൻ അവരെ സഹായിച്ചു. 2 സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. എന്റെ കൂടി നാട്ടിലെ പ്രബുദ്ധരായ പാർട്ടിക്കാരുണ്ട്. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ 2 പേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കും. ഒടുവിൽ അവരൊന്നിക്കുകയാണ്. കഴിഞ്ഞ നീ ഇത്രല്ലേ കണ്ടുള്ളൂ? അങ്ങോട്ട് നോക്കിയേ. മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ദേശീയ മാധ്യമങ്ങളായ ടൈംസ് നൗ, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങള് കഴിഞ്ഞ വർഷം ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2009 ജനുവരി മാസം 21-ാം തീയതിയാണ് ഈ പെൺകുട്ടി ജനിച്ചത്. വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അതെന്ന് വെച്ചാൽ 2025 ഇതിന്റെ 16-ാം പിറന്നാൾ ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ വർഷം ജനുവരി ആയപ്പോൾ 17 വയസ്സും 2 മാസവുമായിട്ടുള്ള ഈ കുട്ടി. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അതുകൊണ്ട് ഇവർക്കെതിരെ മന്ത്രിയായ ശിവൻകുട്ടി, MP ആയ റഹീം, MLA ആയിട്ടുള്ള ഗോവിന്ദൻ മാസ്റ്റർ, ഈ 3 പേർക്കെതിരെയും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരവും അതുപോലെ തന്നെ ഇന്ന് രാത്രി കഴിഞ്ഞാൽ പോക്സോ കേസും എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ഗായ്സ്. തീർച്ചയായിട്ടും ഇത് പോക്സോയുടെ പരിധിയിൽ വരുന്നൊരു കാര്യമാണ്. ഒരു പോക്സോ ഒഫൻസ് ചെയ്യാനും മന്ത്രിയും MP-യും MLA-യും സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.